ഹലോ ഫ്രണ്ട്സ്, നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എന്നും ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി എങ്ങനെ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ചിലർക്ക് മല്ലി വറക്കുമ്പോൾ എന്തെല്ലാം ചേർക്കണം എന്നുള്ള രീതിയൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നാടൻ രീതിയിൽ തന്നെ പറഞ്ഞിരുന്നത്. ഇത് വീട്ടിലെ കറികളെല്ലാം നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പാക്കും. സാമ്പാർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും ഈ ഒരു മല്ലിപ്പൊടി ചേർത്തിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കാറ്. വീട്ടിലെ സാധാരണ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ഇത് പോണമെന്ന് വറുത്ത് പൊടിച്ച് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മല്ലി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ മല്ലി എടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ കൂട്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഞാനിവിടെ 1 കിലോ മല്ലി വാങ്ങി കഴുകി ഉണക്കി. ആ ഉണക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിന് കേട്ടോ, അതിൻ്റെ നിന്ന് മിസ്സായി പോയത്. അപ്പം ഞാനിവിടെ വറുക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെമ്പ് ഗ്യാസ് മേൽ വെച്ചെടുത്തതാണ്, ഗ്യാസ് അടുപ്പ് മേൽ. ഇത് നിങ്ങൾക്ക് അടുപ്പത്തും വറുത്തെടുക്കാം. ഞാൻ അടുപ്പത്താണ് അധികം വറുത്തെടുക്കൽ. അപ്പം നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഗ്യാസ് മേലാണ് വറുത്തെടുക്കുന്നത്. ചെമ്പ് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു പിടി അരി, നമ്മളെ ചോറ് വെക്കുന്ന അരിയില്ലേ, അത് ഒരു കൈപ്പിടി അരിയാണ് കേട്ടോ. നല്ലോണം കഴുകി ഊറ്റി വെച്ചതാണ്. വെള്ളമൊക്കെ പോയതിന് ശേഷം ഈ ചൂടായ ചെമ്പിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടോളേണ്ടി കേട്ടോ, ഒരുപാട് ഫ്ലെയിമൊന്നും കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കണ്ട. അരി നല്ലോണം മൊരിഞ്ഞ് വരണം. ഈ അരി ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കറികൾക്കൊക്കെ ഒരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരി ഒന്നിങ്ങനെ പൊട്ടി വരുന്ന ആ ടൈമിൽ തന്നെ ഇതിലേക്ക് ചെറിയ ഏലക്കായ ആണെങ്കിൽ ഒരു 10 എണ്ണം എടുത്തോളി. വലിയ സൈസ് ഏലക്കായൊക്കെ ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ മതി കേട്ടോ. പിന്നെ ഒരു 4-5 കഷ്ണം പട്ട, ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് 5 കഷ്ണം പട്ട ഇട്ടെടുത്തത്. പിന്നെ ഒരു 6 കറാമ്പൂവ്. ഇത്രയും സാധനം ഇതിലേക്കിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ അരി, വെള്ള അരി അതിനെക്കൊണ്ടാണ്, നല്ല ഗോൾഡൻ കളറൊന്നും ആയിട്ടില്ല. ആ ടൈം ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. അരി നല്ലോണം മൊരിഞ്ഞ് വരുന്ന ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളെ വീട്ടിലുള്ള വലിയ സ്പൂണൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സ്പൂണിന് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാൻ കഴുകി ചേർത്ത് കൊടുത്തതാണ്. നമ്മളിവിടെ കഴുകി ഉണക്കി വെച്ച പെരിഞ്ജീരകം അതിനെക്കൊണ്ടാണ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തത്. ഇത് നാടൻ കറിവേപ്പിലാട്ടോ, അവിടെ ഉണ്ടായത് പറിച്ചെടുത്തതാണ്. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഇല നന്നായി കഴുകി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ടൊന്നും കൂടി വറുത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്ത പെരിഞ്ജീരകമൊക്കെ നന്നായി പൊട്ടി തുടങ്ങണം. ആ ടൈമിലൊന്നും നമ്മൾ ഫ്ലെയിം കൂട്ടിയേ വെക്കരുത്, ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ. പെരിഞ്ജീരകമൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കഴുകി ഉണക്കി വെച്ച മല്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ കഴുകി ഉണക്കി ഒരു കവറിൽ കെട്ടി വെച്ചതായിരുന്നു. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. കൂട്ടി വെക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയേ. എന്നിട്ട് ഇത് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം ഉണങ്ങിയതിനെ കൊണ്ട് വേഗം വറുത്ത് കിട്ടും. ഇത് അടുപ്പത്തൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ കണൽ മതി. ആ കണലിലിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി. അതാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വറുത്തെടുത്താൽ നമ്മൾ ഇത് ഗ്യാസ് മേൽ വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടി പിടിക്കുന്നതൊക്കെ. അപ്പോൾ കൈയെടുക്കാണ്ട് വറുത്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും, നന്നായി മൊരിഞ്ഞ് വരണം. അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. മല്ലി ഒന്നെടുത്ത് വായിലിട്ടാൽ നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ മൊരിഞ്ഞ മല്ലി വായിലിട്ട് നോക്കിയാൽ അറിയാം മൊരിഞ്ഞിക്കണമെന്നുള്ളത്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളറാവും കേട്ടോ മല്ലി. അതുവരെ വറുത്തെടുത്തിട്ട് ഓഫാക്കി കൊടുത്താൽ മതിയേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുത്തൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഞാനിവിടെ സ്റ്റൗ ഓഫാക്കി. അപ്പം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒന്നും കൂടി ഇത് ഇളക്കി ഇങ്ങനെ കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് ചൂട് തടീനെ വരെ നമ്മളെ ചെമ്പിനൊക്കെ നല്ല ചൂടുണ്ടാകുമല്ലോ, അപ്പോൾ അടി കരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു കവറിൽ കെട്ടി വെക്കുക. എന്നിട്ട് മില്ല് കൊടുത്തിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവരിക. പൊടിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് ഒരു കുപ്പിയിലേക്ക് എടുത്തിട്ട്
ആവശ്യാനുസരണം മല്ലിയൊക്കെ ഇടേണ്ടിയ കറികൾക്കൊക്കെ ഇതിട്ട് കൊടുത്താൽ മതിയേ. ഇങ്ങനെ തയ്യാറാക്കി വെച്ച ഈ ഒരു മല്ലിപ്പൊടി ഒരു വർഷം വരെ കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അധിക വീടുകളിലും ഇപ്പോൾ പാക്കറ്റ് മല്ലിപ്പൊടികളൊക്കെ വാങ്ങിയിട്ടായിരിക്കും യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ ഇതേ രീതിയിൽ ഇതെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മല്ലി വറുത്ത് പൊടിച്ച് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. കളറിലും രുചിയിലും മണത്തിലും എല്ലാം നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കേണ്ട. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. എന്നാൽ ശരി, ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.